സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ക്ഷമയില്ലായ്മയുടെ വിത്തുകൾ നാം തന്നെ പാകുമ്പോൾ അത് നമ്മിൽ കയ്പും വിദ്വേഷവുമാണ് വളർത്തുന്നത്. മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ വിഷം നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുകയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ പാടെ തകർക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് നിരന്തരമായ ക്ഷമയാണ്, അളവില്ലാത്ത ക്ഷമയാണ്. 70 തവണ 7 തവണ ക്ഷമിക്കാനുള്ള ആഹ്വാനം യഥാർത്ഥത്തിൽ പരിധിയില്ലാത്ത കരുണയുടെ പ്രതീകമാണ്. നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മോട് തന്നെയാണ് കരുണ കാണിക്കുന്നത്. കാരണം അത് നമ്മെ ഭൂതകാലത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. പാപമില്ലാത്തവരായി ആരുമില്ല. എല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷമ ആവശ്യമാണ്. അതിനാൽ മറ്റുള്ളവരോട് തെറ്റുകൾ വിട്ടുകളയുവാനും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും നാം പഠിക്കണം. അത് മനസ്സിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചാൽ മതി. ബാഹ്യമായിട്ട് സ്വീകരിക്കാനുള്ള പരിമിതികൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള പാസ്റ്റുള്ളവർക്ക് അവരെ മനസ്സിൽ കൊണ്ടുവന്ന് കർത്താവേ, ഈ വ്യക്തി ചെയ്തത് ഇവരെന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന്. കാരണം അവരിൽ പ്രവർത്തിച്ചത് സാത്താനാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവല്ല. നമ്മുടെ സ്വന്തം തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം ചിലപ്പോൾ നമ്മെ തളർത്താറുണ്ട്. പാപബോധം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം നാം സ്വയം ശിക്ഷിക്കുകയും മാനസാന്തരപ്പെടാനുള്ള കൃപ നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. പാപബോധത്തിൽ ആണ്ടുകിടക്കുമ്പോൾ അവിടെ സാത്താൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. കർത്താവ് വിമോചനത്തിൻ്റെ, ക്ഷമയുടെ, കരുണയുടെ ദൈവമാണ്. എന്നാൽ ദൈവം ക്ഷമിക്കുന്നവനാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നാം അവിടുത്തെ പക്കൽ ധൂർത്തപുത്രരെ പോലെ മടങ്ങി വന്ന് പാപകറകൾ ക്ഷമിക്കുന്ന ദൈവവുമായിട്ട് രമ്യതപ്പെടണം. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ഓർമ്മിക്കുന്നില്ല എന്ന് തിരുവചനം പറയുന്നു. കുംഭസാരത്തിലൂടെ അവിടുന്ന് നമുക്ക് പൂർണ്ണമായ വിമോചനവും പുതിയൊരു തുടക്കവും വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ സഹോദരങ്ങളെ, കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യാം. ക്ഷമ എന്നത്, പൂർണ്ണ ക്ഷമ എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന് നാം എളിമപ്പെടണം ദൈവത്തിന് മുമ്പിൽ. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകും എന്നതുള്ളത് വേദപുസ്തകം അടിസ്ഥാനമാക്കി ഞാൻ പറയാം. അത് ഉറപ്പാണ്. ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും പിരിമുറുക്കമുണ്ടാവും. നമുക്കത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ഈ ക്ഷമയുടെ കർത്താവ് പറയുന്ന ക്ഷമയുടെ പാതയിലൂടെ നടക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകി നമ്മെ ഓരോരുത്തരെയും സമ്പുഷ്ടരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.